നമസ്കാരം. ഈ ഗ്രേറ്റർ നിക്കോബാർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വ്യാജഗാന്ധി കുടുംബത്തിലെ യുവരാജാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുവാൻ ശ്രമിച്ച പ്രശ്നങ്ങളുമെല്ലാം പ്രേക്ഷകരുമായി തത്വമീ ന്യൂസ് പല ദിവസങ്ങളായി പങ്കുവച്ചിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആർ പി തോട്ട്സിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമേറിയ വിഷയമായി തന്നെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഗ്രേറ്റർ നിക്കോബാർ പദ്ധതിയുടെ ഒരു പ്രസക്തി എന്താണ്, ഇന്നത്തെ ദിവസം അതൊരു വിശകലനത്തിന് എടുക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധി ആ പദ്ധതിയുടെ പിന്നാലെ വിടാതെ കൂടിയിട്ടുണ്ട്. സൗന്ദര്യം നശിക്കും, ഒരു ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കും, സ്കീ ചെയ്യാൻ പറ്റില്ല, അവിടുന്ന് മണൽ കൊണ്ടുപോകും തുടങ്ങിയ മുട്ടാപ്പോക്ക് ന്യായങ്ങളുമായി. അത് രാഹുൽ ഗാന്ധിയുടെ ഒരു പതിവാണ്. കാരണം അദ്ദേഹം എന്തൊരാരോപണം ഉയർത്തിയാലും അതിൻ്റെ പിന്നിൽ അദ്ദേഹം അതിനെ സാധൂകരിക്കുവാനായി ഉയർത്തുന്ന തെളിവുകൾ വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി കാണിക്കുന്നത് പോലെ ഇതാണ് ആ രേഖ എന്നുള്ള കൈരേഖയായിരിക്കും കാണിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഗ്രേറ്റർ നിക്കോബാർ പദ്ധതിയുടെ പിന്നാലെ രാഹുൽ ഗാന്ധി കൂടിയിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു വസ്തുത കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വിശകലനം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ. സംഗതി മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്ത് നടന്ന പാറ്റകളുടെ പ്രതിഷേധ പ്രകടനം എന്നുള്ള ആഭാസ പ്രകടനം പ്രേക്ഷകരെല്ലാം കണ്ടു കാണും. അത് ഏത് തരത്തിലുള്ള കോമാളിത്തരമായി മാറി, എങ്ങനെ പരാജയമായി മാറി എന്നുള്ളത് സംബന്ധിച്ച് തത്വമീ ന്യൂസ് തന്നെ പ്രേക്ഷകരുമായി 2 വീഡിയോകൾ ഇതിനോടകം പങ്കുവച്ചിട്ടുണ്ട്, 2 വിശകലനങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ആ പാറ്റകളുടെ പ്രതിഷേധത്തിൻ്റെ തലേ ദിവസം പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഇതിൻ്റെ രാജ്യത്തുണ്ടായിരുന്ന അവരുടെ നേതാവെന്ന് പറയപ്പെടുന്ന അഭിഷേക് ദീപ്കയുമായിട്ടല്ല, ഇവിടെ ഉണ്ടായിരുന്ന വക്താക്കളുമായി, അതായത് രാജ്യതലസ്ഥാനത്തുണ്ടായ വക്താക്കളുമായി രാഹുൽ ഗാന്ധി ഒരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിന്നു. അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ പോലും യാതൊരു തരത്തിലുള്ള പിന്തുണയും ഇതിന് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പക്ഷേ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഈ പാറ്റകളെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുവാനുള്ള സാധ്യത, കാരണം രാഹുൽ ഗാന്ധിയുടെ കുറേ കാലമായിട്ട് ഉള്ള ഒരു ആഗ്രഹം ഭാരതത്തിലും നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ ഉണ്ടായതുപോലെ ജൻസി കലാപമുണ്ടാകണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു കലാപത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പാറ്റകളെ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുമോ എന്നുള്ളൊരു സംശയം രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. ആ ഒരു സംശയം വ്യക്തമായും എനിക്കുമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി കേരളം മാറുമോ എന്നുള്ളൊരു ഭയവുമുണ്ട്. കാരണം മറൈൻ ഡ്രൈവിൽ പാറ്റകൾ വിളിച്ചു കൂട്ടിയൊരു യോഗത്തിൽ 5 പേർ തികച്ച് വന്നില്ല എന്നുള്ള വാസ്തവം നിലനിൽക്കെ തന്നെ ഒരു കാര്യം പ്രേക്ഷകർ വിസ്മരിച്ചു പോകരുത്. കേരളത്തിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് കോൺഗ്രസ്സാണ്. സാമ്പത്തികമായൊരു പിന്തുണ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് നൽകുവാൻ ശേഷിയുള്ള 2 സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിൽ ഇന്ത്യയിലുണ്ട്: കർണാടക, തെലുങ്കാന. കേരളത്തിൽ സാമ്പത്തികമായിട്ടുള്ള ശേഷിയൊന്നും സഹായമൊന്നും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് നൽകുവാൻ കോൺഗ്രസ്സിന് സാധിക്കില്ലെങ്കിൽ പോലും ഇപ്പോൾ ഭരണത്തിൽ കയറിയതല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു അടിസ്ഥാനമോ സജ്ജീകരണങ്ങളോ ഒരുക്കി കൊടുക്കുവാൻ അവർക്ക് സാധിക്കും. തന്നെയുമല്ല, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള വളരെ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളും മതവാദ സംഘടനകളും അവർക്കൊപ്പമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഗ്രേറ്റർ നിക്കോബാർ പ്രൊജക്റ്റിനെതിരെ കേരളത്തിലൊരു പ്രക്ഷോഭം ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധി ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഈ പാറ്റകളുടെ ജനസ്വാധീനം ഈ കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്ത് വ്യക്തമായെങ്കിലും അത് ഒരു പരിഹാസ്യമായ ഗണത്തിൽപ്പെടുത്തേണ്ട ഒരു ജനസ്വാധീനമാണെന്ന് വ്യക്തമായെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള അവരുടെ ഒരു പ്രാവീണ്യം അല്ലെങ്കിൽ ഒരു റീച്ച് ഉണ്ടല്ലോ, അതിലവർക്ക് ചെലുത്തുവാൻ സാധിക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. അല്ലെങ്കിൽ അവർക്ക് പ്രചരിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ദേശങ്ങൾ, അവരുടേതായിട്ടുള്ള എൻക്രിപ്റ്റഡ് ചാറ്റ് റൂമുകളും എല്ലാം അവർ ഇപ്പോൾ തന്നെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് ഒരു പ്രക്ഷോഭത്തിന് തിരികൊളുത്തി കേരളത്തിൽ നിന്ന് കുഴപ്പങ്ങൾ തുടക്കി അത് കർണാടകയിലേക്കും തെലുങ്കാനയിലേക്കും വ്യാപിപ്പിച്ച് ഒടുവിൽ രാജ്യതലസ്ഥാനത്ത് എത്തിക്കുന്ന ഒരു രീതി ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തുടങ്ങി വച്ചേക്കാം. പക്ഷേ അതിലുള്ളൊരു സാങ്കേതിക പ്രശ്നം, ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിൽ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അതിൻ്റെ ആഭ്യന്തര സുരക്ഷ എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാകും. അതുകൊണ്ട് തന്നെ അത് ഒരു പ്ലാൻ എ ആണ്, അല്ലെങ്കിൽ അതൊരു പ്ലാൻ ബി ആണെന്ന് വയ്ക്കുക. പ്ലാൻ എ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാക്കി അതിനെ നേരെ രാജ്യതലസ്ഥാനത്തേക്ക് കൊണ്ടുചെല്ലുക. പഴയ കർഷക സമരം പോലെ ആവശ്യമുള്ള പ്രദേശങ്ങളെല്ലാം, ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള പ്രദേശങ്ങളെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി രാജ്യതലസ്ഥാനത്തിൽ ജനജീവിതം ദുസ്സഹമാക്കി, ഒപ്പം തന്നെ ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഒരു പ്രചാരണ തന്ത്രങ്ങളിലൂടെ തന്നെ ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധ
ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ഗ്രേറ്റർ നിക്കോബാർ പദ്ധതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുക, ഇതിനുള്ള ഒരു ശ്രമം വരും ദിവസങ്ങളിൽ നടക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പദ്ധതി രാഹുൽ ഗാന്ധി എന്തിന് കയ്യിലെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായിട്ട് സാധാരണ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഒരുപക്ഷെ നരേന്ദ്രമോദിയെ തന്നെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുവാനുള്ള ഒരു വഴി തുറക്കുവാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നത്. ഇത് പൂർണ്ണമായും രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് വേണമെങ്കിൽ നിഷ്കളങ്കമായി പറയാം. അല്ല എന്നുള്ളതാണ് വാസ്തവം. ആ വാസ്തവത്തെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളാണ് RP ഉൾപ്പെടെയുള്ളവർ നിരവധി വീഡിയോകളിലായി പ്രേക്ഷകർക്കുമായി ഇതിനോട് അകം തന്നെ പങ്കുവച്ചിട്ടുള്ളത്. അത് ചൈനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഗ്രേറ്റർ നിക്കോബാർ പദ്ധതി കൊണ്ട് അതിൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിനും സാമ്പത്തിക ശേഷിക്കുമൊക്കെയുള്ള ഒരു പിന്തുണയേക്കാൾ രാജ്യത്തിൻ്റെ പ്രതിരോധ ശക്തിക്കുള്ള ഒരു പിന്തുണയാണ് നരേന്ദ്രമോദി സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്രേറ്റർ നിക്കോബാർ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ ഇറാൻ ഹോർമൂസ് കടലെടുക്ക് എങ്ങനെ നിയന്ത്രിക്കുന്നു അതിൻ്റെ ഒരു 10 മടങ്ങ് ശക്തിയിൽ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു നിയന്ത്രണ രേഖ സൃഷ്ടിക്കുവാൻ, അല്ലെങ്കിൽ ഒരു നിയന്ത്രണ വൃത്തം സൃഷ്ടിക്കുവാൻ ഭാരതത്തിൻ്റെ സൈന്യത്തിനാകും, സൈനിക ശേഷിക്കാകും, പ്രധാനമായും ഭാരതത്തിൻ്റെ നാവികസേനയ്ക്കാകും. അതിനെ ചൈന വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലുള്ള മാർഗം ഒന്നെങ്കിൽ നേരിട്ടൊരാക്രമണമാണ്. അതിനവർ മുതിരില്ല. കാരണം 1962 ഭാരതമല്ല ഇപ്പോഴത്തെ ഭാരതമെന്ന് അവർക്ക് വ്യക്തമായ തിരിച്ചറിവുണ്ട്. ഇവിടുത്തെ പലർക്കും ആ തിരിച്ചറിവില്ലെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ അവർ രാജ്യത്തിനകത്തുള്ള, അതായത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള അവരുടെ കളിപ്പാവകളെ മുൻനിർത്തി ഇത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള തടസ്സങ്ങൾ അവർ മുൻപും ഏതെങ്കിലും ഒരു തരത്തിൽ ഭാരതത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന എന്തെങ്കിലും ഒരു പദ്ധതി, അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലായിരിക്കണമെന്നില്ല, മറ്റേത് സർക്കാരിൻ്റെ കീഴിൽ വിഭാവനം ചെയ്യപ്പെട്ടാലും അതിനുള്ളൊരു തടസ്സം ചൈനയുടെ ഭാഗത്ത് നിന്ന് അവരുടെ കളിപ്പാവകൾ സൃഷ്ടിച്ചിരിക്കും. അതിൻ്റെ ഉദാഹരണങ്ങൾ പലതാണ്. തമിഴ്നാട്ടിൽ നടന്ന സ്റ്റെർലൈറ്റ് കമ്പനിക്കെതിരെയുള്ള പ്രക്ഷോഭം ഭാരതത്തിൻ്റെ ചെമ്പ് നിർമ്മാണത്തിൻ്റെ ഒരു വലിയൊരു പങ്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പ്രതിഷേധമായിരുന്നു. അത് തടസ്സപ്പെടുത്തുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. പിന്നോട്ട് പോയാൽ സർദാർ സരോവർ ഡാം, ആ വികസന പദ്ധതി ഭാരതത്തിന് ദോഷകരമായിരിക്കുമെന്നുള്ളൊരു പ്രചാരണം നടത്തി മേധാ പട്കർ മുതൽ അമീർ ഖാൻ വരെയുള്ള ആളുകളെ, ജനമറിയുന്ന ആളുകളെ, അമീർ ഖാനെ അന്ന് ജനമറിയും, മേധാ പട്കറെ അന്ന് മുതൽ ജനമറിഞ്ഞു തുടങ്ങി. അത്തരത്തിലുള്ള ആളുകളെ മുൻനിർത്തി ആ പദ്ധതിയെ തടസ്സപ്പെടുത്തുവാനായി പരമാവധി അവർ ശ്രമിച്ചു. നരേന്ദ്രമോദി എന്നുള്ള ഒരൊറ്റ ഭരണാധികാരിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഒരല്പം വൈകിയെങ്കിൽ പോലും ഗുജറാത്തിനാകെ ഗുണകരമായ, ഒരുപക്ഷെ അതുപോലുള്ള അണക്കെട്ടും ജലസേചന പദ്ധതികളും രാജ്യമൊട്ടാകെ നടപ്പാക്കിയാൽ ഒരുപക്ഷെ 1 ഇന്ത്യ 1 വോട്ട് എന്ന് പറയില്ല, അതുപോലെ 1 ഇന്ത്യ 1 റിവർ എന്നുള്ളൊരു പദ്ധതി തന്നെ നടപ്പാക്കപ്പെട്ട് രാജ്യത്തെ ജലപ്രതിസന്ധി എന്നുള്ളത് പൂർണ്ണമായും ഇല്ലാതാകുന്ന തരത്തിൽ ഉള്ള പദ്ധതികളുടെ തുടക്കമായി വേണമെങ്കിൽ നമുക്ക് കാണാവുന്ന സർദാർ സരോവർ ഡാം നിലവിൽ വന്നത്. ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ചൈനയെ സംബന്ധിച്ച് പുതിയൊരു കാര്യപരിപാടിയല്ല. അവരുടെ കളിപ്പാവകൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും ജനം തിരിച്ചറിയുന്ന, കോമാളിയാണെങ്കിൽ പോലും ജനത്തിൻ്റെ മുൻപിൽ പരിചിതമായൊരു ഏറ്റവും വലിയ മുഖമാണ്. അത് രാഹുൽ ഗാന്ധിയാണ്. അത്തരത്തിലുള്ള ഒരു മുഖത്തിലൂടെ അവർ സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ വളരെ വലുതായിരിക്കും. അതിനുവേണ്ടി ഈ പാറ്റ കോമാളികളെയും മറ്റെന്ത് അവൈലബിൾ റിസോഴ്സിനെയും അവർ ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലൊരു ഭീകരവാദ രാഷ്ട്രം അതിർത്തിക്കപ്പുറത്ത് ഭാരതത്തിനെതിരെ കരുക്കൾ നീക്കി തുടങ്ങുമ്പോൾ, ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് പോകുവാനുള്ള ഒരു സ്ഥിതിഗതി നിലവിൽ നിൽക്കുമ്പോൾ, ആ സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ അകത്തും ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉയർന്നു വന്നാൽ ഒരുപക്ഷെ വലിയ തീരുമാനങ്ങൾ, കടുത്ത നടപടികൾ തന്നെ നരേന്ദ്രമോദി സർക്കാർ എടുക്കുവാൻ നിർബന്ധിതരായിരിക്കും. അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് എടുക്കേണ്ടി വന്നേക്കും. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇത് സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.